ഇതുപോലുള്ള കറുത്ത പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളൊന്നും ഇത് കഴിക്കാറില്ല. നമ്മൾ അധികം ഇത് വേസ്റ്റാക്കി കളയുക ചെയ്യുക. അങ്ങനെയുള്ള കറുത്ത പഴം ഒരു 3 എണ്ണം ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും തന്നെ ചേർക്കാതെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് 250 ml മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പിട്ട് ഒന്ന് നന്നായി ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് 3 കോഴിമുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടനെ നമ്മളൊന്ന് പൊട്ടിച്ച് എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ 250 ml 1/4 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം 60 ml നമ്മൾ ഓയിലും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പഴം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബട്ടർ പേപ്പറെല്ലാം വെച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഓവൻ സെറ്റപ്പ് 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു കേക്കിനെ നമ്മൾ അതിനകത്തേക്ക് വെക്കുക. 25 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല അടിപൊളി കേക്ക്, ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുള്ള കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറുത്ത പഴമൊന്നും വേസ്റ്റ് ആക്കല്ലേ, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക.